നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ചില ക്വസ്റ്റ്യൻസിനുള്ള അല്ലെങ്കിൽ ചില എൻക്വയറീസിനുള്ള ഉത്തരം തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ ദിവസം വന്നൊരു ചോദ്യം, അതായത് എനിക്ക് ചെവിയുടെ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം മുഖത്തിന് കോട്ടം തട്ടി എന്നുള്ളതാണ് അതിനകത്ത് വന്നിരുന്ന ഏതൊരു ഇയർ സർജറിയിലും വരാൻ സാധ്യതയുള്ളൊരു കോംപ്ലിക്കേഷനാണ് ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഞരമ്പിൻ്റെ ഒരു വീക്ക്നെസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചെവിയുടെ അകത്തൂടാണ് ഈ മുഖത്തിൻ്റെ ഈ നെർവ് അല്ലെങ്കിൽ ഞരമ്പ് ഓടുന്നത്. ഫേഷ്യൽ നെർവ് എന്ന് പറയുന്ന നെർവാണ് നമ്മുടെ മുഖത്തിൻ്റെ കംപ്ലീറ്റ് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനുള്ള മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ്, ഇപ്പം റൈറ്റ് സൈഡാണ് ഓപ്പറേറ്റ് ചെയ്ത് അവിടുത്തെ ഞരമ്പിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ആ ഒരു ഭാഗം, ആ ഒരു ഹാഫ്, മുഖത്തിൻ്റെ ആ ഒരു പകുതി പാരലൈസ്ഡ് ആകാം. ലെഫ്റ്റ് ആണെങ്കിൽ ആ ഒരു സൈഡ്, മുഖത്തിൻ്റെ രണ്ട് ഹാഫും രണ്ട് സൈഡിൽ നിന്നും ഫേഷ്യൽ നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഏറ്റവും കോമൺ ഇതിനുള്ളൊരു കാരണത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി, അതായത് ബെൽസ് പാൽസി. അത് ഒരു അൺനോൺ കോസാണ്, പ്രോബബ്ലി ഒരു വൈറൽ ഇൻഫെക്ഷനായിട്ട് നമ്മൾ സംശയിക്കുന്നു. അതാണ് ഏറ്റവും കോമൺ കോസ് ഓഫ് ബെൽ പാൽസി, കോമൺ കോസ് ഓഫ് ഫേഷ്യൽ പാൽസി. പക്ഷെ ഒരു ഇയർ സർജറി കഴിഞ്ഞ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്നൊരു ഫേഷ്യൽ പാൽസി ഒരുപക്ഷെ ഒരു ബെൽസ് പാൽസി പോലൊരു ഫിനോമിനൻ ആകാം. അല്ലെങ്കിൽ ചില ഇയർ സർജറീസിൽ നമ്മൾ ഈ ഫേഷ്യൽ നെർവ് അല്ലെങ്കിൽ ഫേഷ്യൽ നെർവിൻ്റെ പുറത്തുള്ള ബോൺ നമ്മൾ ഡ്രില്ല് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഹീറ്റ് റിലേറ്റഡ് ഒരു ഇഞ്ചറി ചിലപ്പോൾ ഫേഷ്യൽ നെർവിന് ഉണ്ടായേക്കാം. വളരെ റെയർലി ഇപ്പോൾ ട്യൂമർ പോലുള്ള കേസുകളിൽ അല്ലെങ്കിൽ ചില എക്സ്റ്റെൻസീവ് ഡിസീസുകൾ കംപ്ലീറ്റ് ഫേഷ്യൽ നെർവിനെ എൻഗൾഫ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ചുറ്റിപ്പറ്റി ഒട്ടിയിരിക്കുന്ന രീതിയിൽ കാണപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ നെർവ് തന്നെ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഇയർ സർജറിയിൽ കാണാവുന്ന കോംപ്ലിക്കേഷനാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിരുന്നൊരു ഫേഷ്യൽ പാൽസി ആണെങ്കിൽ ഒരു പക്ഷേ അത് ഇയർ സർജറിയോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ബെൽസ് പാൽസി ആകാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇപ്പോൾ അഥവാ നമുക്ക് സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ഡാമേജ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ ഡീകംപ്രഷൻ അല്ലെങ്കിൽ നെർവ് ഗ്രാഫ്റ്റ് ചെയ്യോ, അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആ ഫേഷ്യൽ നെർവ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. താങ്ക് യു.